ഭയങ്കര ഡേഞ്ചറസ് ആണ്, തിരുത്തുന്നില്ല. വളരെ കുറച്ച് പേര് മാത്രമേ സേഫ് ആയിട്ടുള്ള. സിലിയൻ്റ് ആയിട്ട് നിന്ന് പോവാന്നുള്ള കുറച്ച് പാടാണ്. ഗോഡ് ഫാദർ ആയിട്ട് കണ്ടുകൊണ്ടിരുന്ന ഒരാളിൽ നിന്ന് മോശപ്പെട്ട അനുഭവങ്ങളെല്ലാം അതാണ് ലോകം. നമ്മളെ അങ്ങോട്ട് വളർത്തി വലുതാക്കും എന്ന് പറഞ്ഞു വരുന്ന ആളുകളെ മാക്സിമം. ഗണേഷ് വന്ന് കഴിഞ്ഞിട്ട് പോലും ഈ സെൽഫ് ഹാമിങ്, ഈ BPD മാത്രമല്ല, OCPD എന്ന് പറഞ്ഞൊരു ഡിസോർഡർ ഡയഗ്നോസ്ഡ് ആയിരുന്നു. ഷാർപ്പ് മാത്രമാവണം, ചിലപ്പം തീപ്പെട്ടിയായിരിക്കും, ചിലപ്പം പോയിട്ട് സ്വയം എവിടെയെങ്കിലും അത്ര വലിയ പണിയെല്ലാം കിട്ടിയാൽ നമുക്കിങ്ങനെ ആലോചിക്കും, ഇന്ന സ്റ്റൈൽ ചെയ്തേക്കാം എന്ന് പറഞ്ഞ് ഒരു പാട്ടും ചെയ്യാറില്ല. അപ്പോൾ ഈ മുരുകനത് ശരിക്കും ആക്ച്വലി ആ പാട്ടിനകത്തൂടെ പറയുന്നതും മുറി എക്സ്പെക്ട് ചെയ്യാത്ത ഒരു അറ്റാക്കും കാര്യങ്ങളൊക്കെ നടക്കുന്ന ആ സമയത്താണ്. അപ്പം പല സൈഡിൽ നിന്ന് പല കാര്യങ്ങൾക്ക് ഇങ്ങനെ ചീത്തയിക്കുന്നുണ്ട്. അപ്പം എന്താ സംഭവിക്കുന്നതെന്നൊരു അന്ന് വന്നിട്ട് ബാക്കിൽ വന്ന് ഭയങ്കര ഫാനാണ് എന്ന് പറഞ്ഞിട്ട് സെൽഫി ഒക്കെ എടുത്തിട്ട് പോയി. അപ്പം ഞാനിങ്ങനെ നമ്പർ തപ്പി എടുത്തിട്ട് പിന്നെ പ്ലേ ചെയ്ത് തുടങ്ങി. ഞാൻ ഡ്രസ്സ് എടുത്ത് സൈഡിൽ വെച്ചിട്ട് 7:30 ഷോ ആണെങ്കിൽ 6:45 വരെ ഉറങ്ങുമായിരിക്കും. ഡിന്നറിന് പോയപ്പോൾ അവിടെ റോഷൻ ആൻഡ്രൂസ് പുള്ളിയുടെ ഫ്രണ്ടാണ്. അപ്പോൾ അങ്ങനെ എന്നോട് പാടാൻ പറഞ്ഞ പാട്ടുകളിൽ ഒന്നാണ് നിങ്ങൾ മനസ്സിൽ കാണുന്ന ഇവന്റ് അത് ഏതുമായിക്കോട്ടെ, അതിനെ കൂടുതൽ കളർഫുൾ ആക്കാൻ കൂടുതൽ സ്പെഷ്യൽ കണ്ടന്റോടുകൂടി മൈൽസ്റ്റോൺ ഇവന്റ്സ്, ബർത്ത്ഡേ പാർട്ടി, എൻഗേജ്മെന്റ്, കല്യാണം, കോർപ്പറേറ്റ് ഇവന്റ്സ്, അങ്ങനെ ഏത് ഇവന്റ്സും കൂടുതൽ സ്പെഷ്യൽ കണ്ടന്റോടുകൂടി നമുക്ക് മനോഹരമാക്കാം മൈൽസ്റ്റോൺ ഇവന്റ്സിലൂടെ. മൈൽസ്റ്റോൺ മേക്കേഴ്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും സല്ലാപത്തിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് എന്നോടൊപ്പം സല്ലപിക്കുന്നത് ഗൗരി ലക്ഷ്മിയാണ്. ഹായ് ഗൗരി. ഹായ്. ഹലോ. സുഖം? സുഖം. ഓക്കെ. ഗൗരിയുടെ കൂടെ സല്ലപിക്കട്ടെ. എന്തൊക്കെ കാര്യങ്ങൾ ഗൗരിയുടെ അടുത്ത് ചോദിക്കാനുള്ളത്, പാട്ടിന്റെ വഴികളിലേക്ക് വന്നതും എങ്ങനെയൊക്കെ എന്തൊക്കെ ഫേസ് ചെയ്തിരിക്കണു ഈ ഒരു ഇതിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴും അല്ലേ, ഓരോരോ കാര്യങ്ങൾ നമുക്ക് ചെറുപ്പം മുതലേ തന്നെ തുടങ്ങാം. ഗൗരി ശരിക്കും ഒരു ആലപ്പുഴയില് നല്ലൊരു ഗ്രാമത്തില് ആ ഒരു ഗ്രാമീണ ഭംഗിയെല്ലാം ആസ്വദിച്ച് അങ്ങനെ ജനിച്ചു വളർന്ന ഒരു കുട്ടിയാണ്. സാധാരണ ഒരു വില്ലേജ് ഗേൾ എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർ വിചാരിക്കും അവൾ അത്ര തന്നെ ബോൾഡൊന്നും ആവില്ല. കാരണം അവര് കുറച്ച് റിസർവ്ഡ് ആയിട്ടുള്ള ടൈപ്പ് കുട്ടികളൊക്കെ ആയിരിക്കില്ലേ. പക്ഷെ അതിൽ നിന്നുമെല്ലാം ഗൗരി ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഗൗരിനെ അങ്ങനെയാണ് എല്ലാവരും കണ്ടിരിക്കുന്നത്. ചെറുപ്പം മുതലേ ഗൗരി ഇത്രയും ഇങ്ങനൊരു ബോൾഡ് ആയിട്ടുള്ള ഒരാളാണോ? ബോൾഡ് അല്ലല്ലോ, നമ്മൾ നമ്മുടെ ആഗ്രഹം സാധിക്കാന്നല്ലേ ഉള്ളൂ. ആഗ്രഹമുള്ള കാര്യം ചെയ്യാന്നുള്ളൂ. അങ്ങനെ ഭയങ്കര എന്തെങ്കിലും പിന്നെ ഞാൻ ഭയങ്കര അങ്ങനൊന്നും അല്ല. നമുക്ക് കാര്യം വേണം തോന്നിക്കഴിഞ്ഞാൽ അത് കിട്ടാൻ വേണ്ടി മാക്സിമം ചെയ്യും. അല്ലെങ്കിൽ നമുക്കൊരു കാര്യം ഇങ്ങനെ ചെയ്യണം, ഒരു പെർട്ടിക്കുലർ രീതിയിൽ ചെയ്യണം തോന്നുകയാണെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യണം എന്നൊരു എവിടെയോ ഒരു അഡംബന്റ് സാധനം ഉണ്ട് എവിടെയോ, അത്രേ ഉള്ളൂ. പക്ഷേ ചെറുപ്പത്തിലെ ഭയങ്കര ഏകാന്തതയൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന ഒരു കുട്ടി എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ആയിരുന്നോ? അങ്ങനെയായിരുന്നോ? ഏകാന്തത അല്ല, ഒറ്റയ്ക്ക് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുമായിരുന്നു. ഈ പറഞ്ഞ പോലെ നമുക്കിപ്പോൾ ഇത്രയും വലിയ പറമ്പും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് പോയി ഒരു സ്ഥലത്ത് പോയിരിക്കുന്ന ഒരു പരിപാടി സ്ഥിരമായിട്ടുണ്ടായിരുന്നു. ഇപ്പോഴോ? ഇപ്പോഴും ഉണ്ട്. ആണ്. അങ്ങനെ ഇരിക്കുമ്പോ അതെങ്ങനെയാ? എന്തെങ്കിലും ഒരു കുറച്ചൊന്ന് അപ്സെറ്റ് ആയിട്ടിരിക്കുക അങ്ങനെയൊക്കെ ഉള്ളപ്പോഴാണോ ഇങ്ങനെ പോയി? അപ്സെറ്റ് മാത്രം പറഞ്ഞു. ഞാൻ ഒറ്റയ്ക്ക് മറ്റേ കഫേയിലൊക്കെ പോയിട്ട് തന്നെ 4 മണിക്കൂർ ഇരുന്ന് കാപ്പി കുടിക്കുന്ന ആളാണ്. എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കാൻ ഇഷ്ടമാണ്. ഒറ്റയ്ക്ക് ഇരുന്നിട്ട് നമ്മുടെ തോട്ട്സ് ഓടുന്ന രീതിയുണ്ട്. നമ്മളെ കുറിച്ച് നല്ല ഐഡിയ കിട്ടും. എപ്പോഴും ഈ ചാറ്റർ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നതിന് പകരം ഇടയ്ക്കൊന്ന് ഒറ്റയ്ക്ക് എവിടെയും പോയി വെറുതെ ഇരിക്കുന്ന നല്ലതാണ്. അപ്പൊ നമുക്ക് അങ്ങനെ പോയിട്ട് ഇരിക്കണം ഒറ്റയ്ക്ക് ഇരുന്ന്. ഓക്കെ. പക്ഷെ ചെറുപ്പം മുതലേ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുന്നു പറഞ്ഞില്ലേ, എന്നാലും ഇത്തരത്തിലുള്ള ഇപ്പൊ എനിക്ക് കാണാം വീടും അന്തരീക്ഷവും ഇതെല്ലാം ഇങ്ങനെയൊക്കെ ഒരു വില്ലേജ് ഒരു ആംബിയൻസ് ആണ് കംപ്ലീറ്റ് ആയിട്ടും. അപ്പൊ ഇങ്ങനെ നിൽക്കുന്ന ഒരാളിൽ നിന്നും ഇപ്പൊ തൊട്ട് മുന്നേ പറഞ്ഞ പോലെ വേറെ ഒരു ആഗ്രഹം, പാഷനായിട്ട് നിന്നിരുന്ന കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യുക, അല്ലെങ്കിൽ അത് നേടിയെടുക്കുക, അങ്ങനെ ഒരു ത്രൈവ് തോന്നിയതുമൊക്കെ വളരെ ഏർലി ഏജിൽ അപ്പം ഗൗരിക്ക് തോന്നിയിട്ടുണ്ടാവണം അല്ലേ? കാരണം ഇൻഡസ്ട്രിയിൽ വന്നത് തന്നെ 13 വയസ്സിൽ. ഫസ്റ്റ് മൂവിയിലുള്ള പാട്ട് വരുന്ന 13 വയസ്സിലെ പാട്ടാണ്. അതെ. ലൈവ് ചെയ്ത് തുടങ്ങുന്ന 17 വയസ്സിലാണ് ലൈവ് ഷോസ് ഫസ്റ്റ് തുടങ്ങുന്നത്. പക്ഷെ അതങ്ങനെ ഒരു ഈ പറഞ്ഞ അടുത്ത 10 വർഷത്തിൽ എനിക്ക് ഇങ്ങനെ അങ്ങനല്ല, അടുത്തടുത്ത സ്റ്റെപ്പ് പിടിച്ച് പോകുമായിരുന്നു. ഓക്കെ. കാരണം 17 വയസ്സിലാണ് ആദ്യമായിട്ട് ഒരു ആർട്ടിസ്റ്റ് തന്നെയാണ് എന്നോട് പറഞ്ഞത് ലൈവ് ചെയ്യണം, ലൈവിന് പറ്റിയ വോക്കൽസ് ആണ് എന്ന് പറഞ്ഞത്. അപ്പൊ എന്തെങ്കിലും പിന്നെ ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെ ബാക്കിംഗ് വോക്കലിസ്റ്റ് ആയിട്ടാണ് ആദ്യം കയറുന്നത്. ഷോസിന് ബാക്കിൽ 2-3 ഇരുന്ന് പാടുമല്ലോ. അപ്പം അങ്ങനെ ബാക്കിംഗ് വോക്കലിസ്റ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത്. അപ്പൊ അത് കഴിഞ്ഞ് ഈ ബാക്കിംഗ് വോക്കൽസിനിടയ്ക്ക് നമുക്ക് ചിലപ്പം ഒറ്റയ്ക്ക് 1-2 പാട്ട് പാടാൻ കിട്ടും, മെയിൻ ആർട്ടിസ്റ്റ് റെസ്റ്റ് എടുക്കുന്ന സമയത്ത്. അങ്ങനെ 2 പാട്ട് പാടിയപ്പോഴാണ് ഇത് എനിക്ക് ഇഷ്ടമാണല്ലോ, ഇത് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ പിന്നെ ഇത് നോക്കാം. അങ്ങനെ ഓരോ സ്റ്റെപ്പ് പോവും. അല്ലാണ്ട് ഇങ്ങനെ ഞാൻ വലുതാവുമ്പോൾ ഞാൻ ഇങ്ങനെയാകും അങ്ങനെ. അപ്പൊ ചെറുപ്പം മുതലേ പാട്ട് പഠിക്കുന്നുണ്ടായിരുന്നു? ഓക്കെ. ചെറുപ്പം എന്ന് പറയുമ്പോൾ ഏകദേശം എത്ര 3 വയസ്സിൽ കർണാട്ടിക് സ്റ്റാർട്ട് ചെയ്തു. അച്ഛൻ അമ്മ
അമ്മയാണ് കൊണ്ട് പാടാൻ ചേർത്തത്, അച്ഛൻ സിംഗറാണ്. ഓക്കെ, അപ്പൊ നോ വണ്ടർ. അതുകൊണ്ട് തീർച്ചയായിട്ടും ഗൗരി മൂത്ത മോളാണല്ലോ അല്ലെ. അപ്പം അനിയത്തിയും പാടുവോ? ചെറുതായിട്ട്. ഓക്കെ. അപ്പൊ അങ്ങനെ ചെറുപ്പം മുതലേ പാട്ടിന്റെ ഒരു ട്രെയിനിങ് കിട്ടി, ഇങ്ങനെ പാടാനായിട്ട് അങ്ങനെ പോയി. പക്ഷെ അന്നേരമൊക്കെ പാടുമ്പോഴും ഇത്തരത്തിലുള്ള ഒരുപാട് ഷോസ് ഒക്കെ പെർഫോം ചെയ്തിട്ടുണ്ടല്ലോ. അങ്ങനെ പാടുമ്പോഴൊക്കെ ഗൗരിക്ക് കൂടുതൽ താല്പര്യം, ഹൃദയത്തോട് ചേർന്ന് നിന്നത്, കൂടുതൽ കംഫർട്ടബിൾ ആയിരുന്നതും മെലഡി ഗാനങ്ങളാണോ അതോ അടിപൊളി പാട്ടുകളൊക്കെ ആയിരുന്നോ? ഫാസ്റ്റ് നമ്പേഴ്സ്? അല്ല, ഞാനിക്കൊന്നു ഈ പറഞ്ഞ 17 വയസ്സാവുന്നവരെ വേറെ ഗാനമേള അങ്ങനെയൊന്നും പോയിട്ടില്ല. ആകപ്പാടെ പോയിട്ടുള്ളത് സ്കൂൾ കോമ്പറ്റീഷൻസ് ഒക്കെയാണ് കൂടുതലും പോയിട്ടുള്ളത്. ഓക്കെ. അങ്ങനെ പ്രൊഫഷണലി പാടാൻ പോയിട്ടില്ല. അത് ഈ പറഞ്ഞ പോലെ വലുതായി കഴിഞ്ഞിട്ടാണ്, അഡൽട്ട്ഹുഡിലാണ് പ്രൊഫഷണലി പാടി തുടങ്ങിയത്. അപ്പം ആ സമയത്ത് കർണാട്ടിക് പഠിക്കുന്നു, ഈ പറഞ്ഞ കോമ്പറ്റീഷൻസ് ലൈവ് മ്യൂസിക്, കർണാട്ടിക് മ്യൂസിക് പാടാൻ പോകുന്നു. +1 ഹിന്ദുസ്ഥാനി ട്രെയിനിങ് തുടങ്ങി. ഏകദേശം 17 സമയത്ത് വെസ്റ്റേൺ വോക്കൽ ട്രെയിനിങ് പഠിക്കലായിരുന്നു, കൂടുതലും പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ സ്റ്റേജിലെല്ലാം. അപ്പൊ ഇതിനിടയിൽ എങ്ങനെയാണ് നമ്മൾ 13 വയസ്സ് 14 വയസ്സായപ്പോഴത്തേക്ക് കാസനോവ സിനിമയിലേക്ക് തന്നെ പാട്ട് ചെയ്തു. ഇതുവരേക്കും നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിൽ കണ്ടിരിക്കുന്ന ഏറ്റവും യങ്ങസ്റ്റ് കമ്പോസർ ആണ് താങ്കൾ അല്ലെ. അപ്പോൾ അതിലേക്ക് എത്തിപ്പെട്ടത് എങ്ങനെയാണ് പാട്ട് എവിടുന്ന് കേട്ടിട്ടാണ്? ഒരു ഫാമിലി ഫ്രണ്ട് ഡേവിസ് കരട് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു അടുത്ത ആളാണ്. ഡേവിസ് അങ്കിളുടെ വീട്ടിൽ ഡിന്നറിന് പോയപ്പോൾ അവിടെ റോഷൻ ആൻഡ്രൂസ് പുള്ളിയുടെ ഫ്രണ്ടാണ്. അപ്പം അങ്ങനെ എല്ലാവരും കൂടി ഇരിക്കുമ്പം ഈ കുട്ടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ കുട്ടികൾ പാട്ട് പാടും. അപ്പം ഞാൻ തന്നെ ചെയ്ത പാട്ടുകൾ ഇന്ന് പാടുന്നത് ഡേവിസ് അങ്കിൾ കേട്ടിട്ടുണ്ട്. ഓക്കെ. അപ്പം അങ്ങനെ എന്നോട് പാടാൻ പറഞ്ഞ പാട്ടുകളിൽ ഒന്നാണ് ഈ സഖി എന്നുള്ള പാട്ട്. അപ്പൊ അന്നേ എഴുതുമായിരുന്നു പാട്ട്? 10 വയസ്സ് മുതൽ ചെറുതായിട്ട് എഴുതുന്നുണ്ട്, കമ്പോസ് ചെയ്യാം, അതൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഓ, അപ്പൊ ഒരു പ്രൊഡിജിയാണ്. ഓക്കെ. അത് കേട്ടിട്ടാണ് റോഷൻ ആൻഡ്രൂസ് സിനിമയിലേക്ക് വിളിക്കുന്നതും ഒക്കെ. ഓക്കെ. അപ്പൊ അങ്ങനെ യങ് ഏജിൽ തന്നെ സിനിമയിലേക്ക് ഇങ്ങനെ ഒരു, പക്ഷെ എനിക്ക് തോന്നുന്നില്ല അന്നേരത്തെ കുറെ വർഷങ്ങൾക്കും കൂടെ മുമ്പല്ലേ, പക്ഷെ അന്ന് ആ ഒരു കുട്ടിക്ക് ആ ഒരു പ്രായത്തില് ഞാൻ മലയാളം ഇൻഡസ്ട്രിയിലേക്ക് പാട്ട് ചെയ്യുന്നു അതിന്റെ ഒരു വലിപ്പമൊക്കെ അന്ന് മനസ്സിലായിരുന്നോ? ഇല്ല, ഒരു എക്സൈറ്റ്മെന്റ് ഒക്കെ ഉണ്ടാവും, പക്ഷെ അത് അത്ര ബോധം ഉണ്ടായിരുന്നു തോന്നുന്നില്ല. ഓക്കെ. അപ്പൊ അത് സിനിമയിലൂടെ കാണുക, കേൾക്കുക എന്നൊക്കെ പറഞ്ഞപ്പോ ആ ഒരു എക്സ്പീരിയൻസ് ഇന്ന് ഓർക്കുന്നുണ്ടോ? എനിക്ക് അന്ന് വലിപ്പം അറിയില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോഴാണ് കുറച്ചുകൂടി ഈ പറഞ്ഞ ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് ഒക്കെ വരുമ്പോഴേക്കും ഇപ്പോഴും ആളുകൾ റീഷെയർ ചെയ്യുന്നുണ്ട് പാട്ട്. അപ്പൊ ഇത്രയും വർഷം കഴിഞ്ഞിട്ടും ആ പാട്ട് ആളുകൾ കേൾക്കുന്നുണ്ട്, ഇപ്പോഴും ആളുകൾ കേൾക്കുന്നുണ്ട്, റേഡിയോയിൽ ഉൾപ്പെടെ പ്ലേ ചെയ്യുന്നുണ്ട് ഇപ്പോഴും. ഇൻസ്റ്റാഗ്രാമിൽ ഇടയ്ക്കിടയ്ക്ക് മെൻഷൻ വരും. അപ്പോഴാണ് ഓക്കെ, ഇത്രയും നാളായിട്ടും അത് ആളുകൾ പിന്നെയും തിരിച്ചു പോയിട്ട് കേൾക്കുന്നുള്ളത് നല്ല കാര്യം, നല്ലൊരു കാര്യം. നമുക്കിപ്പോ ഒന്ന് കേട്ടാലോ പാട്ട്? സഖിയേ നിൻ കൺമുനകളിൽ നിൻ പാൽ പുഞ്ചിരിയിൽ ഞാൻ അറിയുന്നു എന്നോടുള്ള സ്നേഹം സഖിയേ. താങ്ക് യു ഗൗരി. ഇപ്പോ എത്രാമത്തെ ഇതായിരുന്നോ തുടക്കത്തിലെ പാട്ട്? ഇതല്ലല്ലോ, അതിനു മുന്നേ അല്ലേ? ഇപ്പം എഴുതിയ ഒരു ലിസ്റ്റ് കൗണ്ടിൽ വല്ലതും വെച്ചിട്ടുണ്ടോ? എത്ര പാട്ട് സ്വന്തമായിട്ട് എഴുതി? കുറച്ചധികം ഉണ്ട്. ഒരു ഏകദേശം ഒരു കൗണ്ട്? 50 എന്തായാലും ഉണ്ട്. 50 ആയിരിക്കില്ല, അത് എന്തായാലും ഉണ്ട്. എനിക്ക് തോന്നുന്നു ഞാനൊരു 17-20 വയസ്സിനൊക്കെ ഉള്ളിൽ എനിക്ക് തോന്നുന്നു 50 എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് റിലീസസും 50 എന്തായാലും ഉണ്ട്, ഉറപ്പായിട്ടും. അതിന് മുകളിലേക്ക് ഉണ്ട് എന്തായാലും. ബിറ്റ്വീൻ 50-100 എന്നുള്ള രീതിയിൽ അത്രയും ഉണ്ടാവും അല്ലേ? ഓക്കെ. ഇനി ഈ പാട്ടുകളൊക്കെ ഇപ്പം BA RLBയിൽ ചെയ്തു, പാട്ട് തന്നെ സീരിയസ് ആയിട്ട് എടുത്ത് പഠിച്ചു, അതൊക്കെ പാട്ടിനോടുള്ള ഇഷ്ടം കൊണ്ട് തന്നെ ആയിരിക്കാം. പാട്ട് തന്നെ ആ വഴിയിലൂടെ തന്നെ പോവാമെന്ന് വിചാരിച്ചു. പിന്നെ MA ചെയ്തു. ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഒരു സ്റ്റേജ് പെർഫോമറിലേക്ക് എങ്ങനെ എത്തിപ്പെട്ടത്? അത് ആ ഒരു ജേർണി എങ്ങനെയായിരുന്നു? അത് ഈ പറഞ്ഞ പോലെ നമ്മുടെ ഒരു ആർട്ടിസ്റ്റ് ദിലീപ് എന്ന് പറഞ്ഞിട്ടൊരു കീബോർഡിസ്റ്റ് ഉണ്ട് പാലക്കാട്. പുള്ളിയാണ് ആദ്യമായിട്ട് ഒച്ച കേട്ടിട്ട് വേറൊരു റെക്കോർഡിങ്ങിന്റെ ഭാഗമായിട്ട് ശബ്ദം കേട്ടിട്ട് ലൈവ് ചെയ്യാൻ നല്ലതായിരിക്കും എന്ന് പറഞ്ഞ് അങ്ങനെയാണ് ബാക്കിംഗ് വോക്കലിസ്റ്റ് ആയിട്ട് തുടങ്ങുന്നത്. ഓക്കെ. അപ്പം ഈ പറഞ്ഞ പോലെ വളരെ കുറച്ച് ഷോസിനുള്ളിൽ തന്നെ ഈ മുന്നോട്ട് വന്ന് തന്നെ നിന്ന് പാടുന്നത് ആസ്വദിക്കാൻ തുടങ്ങി. ആളുകളുടെ റെസ്പോൺസും അതെല്ലാം ഭയങ്കര അത് കൊള്ളാൻ തോന്നി തുടങ്ങി. പിന്നെ അതിനിടയ്ക്കാണ് ഇൻഡിപെൻഡന്റ് മ്യൂസിക് എന്നുള്ളൊരു സാധനം ഉണ്ടെന്ന് കാണുന്നതും. പിന്നെ അത് കുറച്ച് അതങ്ങനെ ഓരോ ഇങ്ങനെയാ പോവുക, ഒറ്റ ഇതല്ല. അപ്പൊ ഇൻഡിപെൻഡന്റ് അത് കൊള്ളാം, എന്തെങ്കിലും ഇതെന്താ നോക്കാം, എക്സ്പ്ലോർ ചെയ്യാം, തന്നെ ട്രാക്സ് ഇറക്കാം,
അപ്പം അതിനിടയ്ക്ക് കൂടെ ലൈവ് നടക്കുന്നുണ്ട്, ഇൻഡിപെൻഡൻറ്റ് ട്രാക്സ് ഇറക്കുന്ന കാര്യം നടക്കുന്നുണ്ട്. ഓ പിന്നെ അത് കുറേ ഓടി അതൊരു 6-7 വർഷം അങ്ങനെ പോയി. പിന്നെയാണ് ഡാൻസേഴ്സിനെ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ചെയ്യാം എന്നുള്ളത്. അപ്പോൾ ആരൊന്നെഞ്ചിലൊക്കെ ഇറങ്ങി കഴിഞ്ഞുള്ള സമയത്ത് അതൊരു കോവിഡിന് തൊട്ട് മുന്നേ ഉള്ള സമയമാണ്. ഡാൻസേഴ്സിന് ഡാൻസ് ചെയ്തുകൊണ്ട് ചെയ്യാം. അപ്പോൾ ഇത് കൂടുതലും നമുക്ക് ഒരുപാട് ആർട്ടിസ്റ്റുകളുടെ ഷോസ് ഇരുന്ന് കാണുന്ന, ലൈക്ക് ഓൺലൈൻ ഇരുന്ന് കാണുന്ന സ്വഭാവമുണ്ട്. ഒരുപാട് പാട്ടുകൾ, പല സ്ഥലത്തുനിന്ന് പാട്ടുകൾ കേൾക്കുന്ന സ്വഭാവമുണ്ട്. അപ്പോൾ അങ്ങനെ ഇൻസ്പയർഡ് ആയിട്ട് ഓരോരോ സാധനങ്ങൾ ഇത് ചെയ്യാം അല്ലെങ്കിൽ ഇത് ചെയ്യാം, അങ്ങനെയാണ് ഇപ്പോഴുള്ള അവസ്ഥയിൽ. അപ്പൊ നേരത്തെ ആദ്യമേ ബാക്കിൽ നിന്നു, പിന്നെ സ്റ്റേജ് ഫ്രണ്ടിലേക്ക് വന്നു എന്നൊക്കെ പറഞ്ഞില്ലേ? ആ സമയത്തൊക്കെ പാടുമ്പോഴും ഇത്തരത്തിലുള്ള ക്രൗഡ് പുള്ളി ചെയ്യുന്ന തരത്തിലുള്ള പാട്ടുകളായിരുന്നു പാടിക്കൊണ്ടിരുന്നത്? എനിക്ക് പാടാൻ ഞാനല്ലോ തീരുമാനിക്കുന്നത്, ഞാൻ ബാക്കിംഗ് വോക്കലിസ്റ്റ് മാത്രം. അപ്പം ഇടയ്ക്ക് ഫില്ലറായിട്ടാണ് ഞാൻ വരിക. അപ്പം ബാൻഡിന്റെ മെയിൻ ആയിട്ടുള്ള MD ആയിരിക്കും പറയാ ഈ പാട്ട് പാട്. എനിക്ക് എൻ്റെ ഈ പറഞ്ഞ പോലെ ഭയങ്കര കട്ടി ശബ്ദമായതുകൊണ്ട് എനിക്ക് കൂടുതലും കിട്ടുന്ന ത്രോ ഉള്ള വോയിസ്, നല്ല ത്രോ ഉള്ള ശബ്ദമാണ്. അപ്പം കൂടുതലും കിട്ടുന്ന ഫാസ്റ്റ് നമ്പേഴ്സ് ആയിരിക്കും പാടാൻ കിട്ടുന്നത്. അപ്പം ഇത് ചെയ്യാൻ നമ്മൾ പഠിച്ചിട്ട് പോയിട്ട് പാടും. ഓക്കെ, അത്രേ ഉള്ളൂ. പൊതുവെ ആൾക്കാർ പറയും ക്രൗഡ് പുള്ളി ചെയ്യണത് എല്ലാവരുടെ ഒരു വിചാരമാണ്. ക്രൗഡ് പുള്ളി ചെയ്ത് ഓഡിയൻസിനെ എടുക്കണം എന്നുണ്ടെങ്കിൽ കൂടുതലായിട്ടും കണ്ടിരിക്കുന്നത് മെയിൽ സിംഗേഴ്സിലാണ്. അപ്പൊ അവിടെ തന്നെയാണ് ഗൗരിനെ പോലെ കുറച്ച് ഫീമെയിൽ സിംഗേഴ്സ് ഉണ്ട്. പക്ഷെ നമ്മൾ കൗണ്ടിൽ നോക്കിക്കഴിഞ്ഞാൽ മെയിൽ സിംഗേഴ്സ് ആണല്ലോ കൂടുതലായിട്ടും ഉള്ളത്. അപ്പൊ അവിടെ അത്തരത്തിലുള്ള ഒരു ഫീമെയിൽ സിംഗറിനും ഇങ്ങനെ ക്രൗഡ് പുള്ളി ചെയ്ത് എടുക്കാൻ പറ്റും, അതിനുള്ളൊരു കപ്പാസിറ്റി കേപ്പബിൾ ആയിട്ടുള്ള ഒരാളാണ് എന്നുള്ള ആ ഒരു ഫീല് കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു എന്താ പറയാ, നമുക്ക് കൂടുതൽ കോൺഫിഡൻസ് തരിക. ഗൗരിക്ക് എങ്ങനെയായിരിക്കും അത് തോന്നിയിട്ടുണ്ടാവുക? ഞാനങ്ങനെ ആലോചിച്ചിട്ടില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഫീമെയിൽ ആണല്ലോ മെയിലാണല്ലോ എപ്പോഴും പുള്ളിന്ന് അങ്ങനെ ആലോചിച്ചിട്ടില്ല. എനിക്ക് ചെയ്യാൻ ഇഷ്ടം ഇതാണ്, ഞാൻ ചെയ്യുന്നു. പക്ഷെ അത് കഴിഞ്ഞാണ് അതിന് ഇങ്ങനെ പെർസ്പെക്റ്റീവ് ഉണ്ട്, ഇതിന് ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് നമ്മൾ പോകുന്ന വഴിക്കാണ് മനസ്സിലാവുക. കാരണം ഇപ്പം ഇപ്പോഴല്ലേ ഞാൻ പറയുന്നത്, കുറച്ച് നാൾ മുന്നേ വരെ എൻ്റെ ഷോസ് ബുക്ക് ചെയ്യുമ്പോഴേക്കും അല്ലെങ്കിൽ മെയിൽ സിംഗറിനെ കൂടെ വയ്ക്കാം ക്രൗഡിനെ പുള്ളി ചെയ്യാൻ എന്നുള്ള. പക്ഷെ പിന്നെ എന്ത് പറ്റിയെന്ന് വെച്ചാൽ അവിടെ എനർജി ബാലൻസിങ് പ്രശ്നങ്ങൾ വന്നു തുടങ്ങി. കാരണം ചില സിറ്റുവേഷൻ ചിലപ്പം ഇതിൽ എനിക്ക് തോന്നിയില്ല മെയിൽ ഫീമെയിൽ ഡിഫറൻസ് ഇല്ല, ഓരോ ആളുകളുടെ എനർജിയും ഓരോ ആളുകളുടെ രീതിയുമാണ്. അങ്ങനെ വന്നപ്പോഴേക്കും നമ്മുടെ ഷോയുടെ ഇടയ്ക്കുള്ള ചില ആളുകൾ വരുമ്പോഴേക്കും ഇൻട്രപ്ഷൻ ആവാൻ തുടങ്ങി. മെയിൽ വരുമ്പോഴേക്കും ഇതിൻ്റെ ഒപ്പം നിൽക്കാത്തൊരവസ്ഥ വന്നപ്പം എനിക്ക് മനസ്സിലായി ആക്ച്വലി മെയിൽ ഫീമെയിൽ വ്യത്യാസം ഇല്ല, ആർട്ടിസ്റ്റ് ഡിഫറൻസ് ആണ് വരുന്നത്. പക്ഷെ ആളുകളുടെ ഇടയ്ക്ക് ഈ ഒരു സാധനം ഉണ്ട്, മെയിൽ ഫീമെയിൽ എന്നൊരു സാധനം ഉണ്ടെന്ന് മനസ്സിലായി. അപ്പം തുടക്കത്തിൽ ഞാൻ ചെയ്തു വരുമ്പോൾ ഞാൻ അങ്ങനെയൊന്നും ആലോചിച്ചിട്ട് ചെയ്യണമെന്നല്ല. പക്ഷെ ഇപ്പൊ നമ്മുടെ ഷോ മാത്രമാണ് എന്നുള്ള രീതിയിലാണ്. മെയിൽ സിംഗേഴ്സിന് ചോദിക്കുന്നത് വളരെ കുറവാണ് ഇപ്പം. ഫുൾ 1.5 hours നമ്മുടെ ലൈവ് തന്നെയാണ് ഇപ്പൊ പോകാറുള്ളത്. അപ്പം അതിനടുത്ത് വേറെ ഒരു ഫില്ലർ ആയിട്ടോ അങ്ങനെ ഒന്നും വേറെ ആരും പാടുന്നില്ല, ഒന്നുമില്ല. ഫുൾ ഗൗരി മാത്രം. ക്ലയന്റ് ചോദിച്ചാൽ മാത്രം ഒരാൾ വരുന്നു, അല്ലെങ്കിൽ ഞാൻ തന്നെയാണ് പാടുന്നത്. ഓക്കെ, ഇപ്പൊ തൊട്ട് മുന്നേ പറഞ്ഞല്ലോ ഡാൻസും ചെയ്ത് പാടാ അങ്ങനെ ഒരു ഐഡിയ തോന്നി എന്നുള്ളത്. അപ്പം അങ്ങനെ സ്റ്റേജിൽ വരുമ്പോഴത്തേക്ക് ആ പാട്ട് പാടിക്കഴിയുമ്പോഴത്തേക്ക് പാട്ടിനൊപ്പം കിട്ടുന്ന ആ ഒരു എനർജി ബിൽഡപ്പ് ചെയ്തെടുക്കുക. കാരണം ഞാൻ തന്നെ നേരിട്ട് കണ്ടിട്ടുണ്ട് കുറെ സിംഗേഴ്സ് ഇങ്ങനെ ചെയ്യുന്നവരെ. നമ്മൾ ഇവിടെ നിന്ന് സംസാരിക്കുമ്പോൾ അവർ ഇങ്ങനെയായിരിക്കും ഇരിക്കുന്നുണ്ടാവുക, ഭയങ്കര അവരുടെ ശബ്ദം തന്നെ ഇത്രേ തന്നെയായിരിക്കും. അൽഫോൻസ് ചേട്ടൻ്റെ തന്നെ എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാലും ഒക്കെ ഇങ്ങനെ നമുക്ക് തോന്നുന്നു എന്തൊരിതാന്ന്. പക്ഷെ അവരതൊക്കെ അങ്ങ് മാറി വേഷം ഇട്ട് അവർ സ്റ്റേജിലേക്ക് കയറി മൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ എവിടുന്ന് ഈ ശബ്ദം വരണേന്ന് വിചാരിക്കും. ആ ത്രോ ശബ്ദം ആൻഡ് ദെൻ അവരുടെ ആ ഒരു എനർജി ലെവൽ, അതൊക്കെ സമ്മതിക്കണം. അത് എങ്ങനെ ഇതെന്നുള്ള. ഇപ്പൊ ഗൗരിയുടെ ഇത് പറയൂ, ഇത്തരത്തിലുള്ള ഗൗരി പെർഫോം ചെയ്യുന്ന സമയത്ത് അതേപോലെ ഡാൻസ് ചെയ്തുകൊണ്ട് പാടുന്ന ഗൗരിയും ഇതെല്ലാം കഴിഞ്ഞിട്ട് ആ പാട്ട് കഴിഞ്ഞിട്ട് ബാക്ക് സ്റ്റേജിലേക്ക് പോയി കഴിഞ്ഞാലുള്ള ഗൗരിയും ആ ഒരു ഡിഫറൻസ് എങ്ങനെയാണ്? അല്ല, അത് ഒരു വേറൊരു അവതാർ എന്ന് പറയുന്ന പോലെ ഞാനും തമ്മിൽ യാതൊരു ബന്ധമില്ല. അത് പ്രോപ്പർലി കൊറിയോഗ്രാഫ്ഡ് ആണ് ഫുൾ ഷോയും. 1.5 hours കൊറിയോഗ്രാഫ് ഷോ ആണ്. എല്ലാം പ്ലാൻ ചെയ്ത് കറക്റ്റ് സെറ്റ് ചെയ്തിട്ട് നമ്മൾ കയറുക. അപ്പം ആ ആക്ട് പ്രോപ്പർലി അടിപൊളിയായിട്ട് ഫിനിഷ് ചെയ്യുക എന്നൊരു സാധനം കൊണ്ട് നമ്മൾ പോകുന്നു, ഫിനിഷ് ചെയ്യുന്നു, തിരിച്ചു വരുന്നു. പിന്നെ വേറെ അതുമായിട്ട് ഒരു ബന്ധമില്ല, നേരെ റൂമിൽ പോകണം. പക്ഷെ ആ ഈ ഒരു ഇപ്പം അറിയാം 7 മണിക്ക് എന്റെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യണം. പക്ഷെ ഗൗരിയുടെ ബിഹൈൻഡ് ആ മനസ്സിനുള്ളിൽ 7 മണിക്ക് ഞാൻ സ്റ്റാർട്ട് ചെയ്യണം. നിങ്ങൾ ആ എനർജി ഇങ്ങനെ 6:45 വരെ ഉറങ്ങുമായിരിക്കും. ഗൗരി 6:45 വരെ ഉറങ്ങുമായിരിക്കും. ഞാൻ ഡ്രസ്സ് എടുത്ത് സൈഡിൽ വെച്ചിട്ട് അലാം വെച്ചിട്ട് 7 മണിക്ക് റൂമിൽ നിന്ന് ഇറങ്ങണം എന്ന് വെച്ചോ, അല്ലെങ്കിൽ 7-7:30 ഷോ ആണെങ്കിൽ റൂമിൽ നിന്ന് ഇറങ്ങുന്നതിന് 10 മിനിറ്റ് വന്നിട്ട് ഞാൻ ഉറങ്ങുമായിരിക്കും. എന്നിട്ട് നമ്മുടെ മാനേജർ വന്നിട്ട് കുട്ടി എല്ലാം വലിച്ചു വാരിയിട്ട് ഷൂ ഒക്കെ കയ്യിൽ പിടിച്ചുകൊണ്ടൊക്കെ ആയിരിക്കും പുറത്തേക്ക് പോകുന്നത്. എന്നിട്ട് ഞാൻ വണ്ടി ഇരിക്കുമ്പോൾ എൻ്റെ കൂടെ ഉള്ളവർ ചോദിക്കും, ഉറങ്ങി കഴിഞ്ഞിട്ടില്ലല്ലോ, എപ്പോഴും തൂങ്ങുകയാണല്ലോ എന്ന്. ബാക്ക് സ്റ്റേജിൽ പോയിട്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുമായിരിക്കും, ഉറക്കം കഴിഞ്ഞില്ലല്ലേ എന്ന് ചോദിക്കും.
പിന്നെ എവിടുന്ന് എപ്പോഴാണ് ചാർജ് ആവണത്? ചാർജ് ആവുന്ന ഷോ തുടങ്ങുമ്പോൾ. ഓ, അതൊരു ഇൻസ്റ്റന്റ് ആണല്ലേ? അപ്പൊ ഷോ തുടങ്ങുമ്പോഴേക്കും നമുക്ക് അറിയാലോ ഇങ്ങനെ എന്താ ചെയ്യണമെന്ന് അറിയാലോ. അപ്പൊ ആ സമയത്ത് പെട്ടെന്ന് വേറൊരു ഫേസ് ആണ് അപ്പം ഗൗരിയുടെ, വേറൊരു തന്നെ ഫേസ് ആണ് അപ്പൊ കാണുന്നത്. വാവ്, ഓക്കെ. അപ്പൊ ഇങ്ങനെ പഠിച്ചു വന്ന പാട്ടുകൾ, ക്ലാസിക്കൽ ആയിട്ടുള്ള മ്യൂസിക്, ഹിന്ദുസ്ഥാനി, ഇങ്ങനെ ട്രഡീഷണൽ ആയിട്ടുള്ള എല്ലാ പാട്ടിന്റെയും ആ ഒറിജിനൽ ഫോം എല്ലാം പഠിച്ചു വന്ന് നിൽക്കുന്ന ഗൗരി എപ്പോഴാണ് പിന്നെ റാപ്പ് മ്യൂസിക്കിലും തനിക്കൊരു സ്പേസ് ഉണ്ട്, എന്നാൽ ഞാൻ ഇതിൽ കുറച്ച് ട്രൈ ചെയ്യാം അന്നുള്ളൊരു തോന്നലൊക്കെ പിന്നീട് തോന്നിയത്? അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. അത് റാപ്പാന്ന് പോലും വിചാരിച്ച് ഞാൻ ചെയ്യുന്നൊന്നുമല്ല. നമ്മൾ ഒരു പാട്ടും അങ്ങനെ ഇന്ന സ്റ്റൈലിൽ ചെയ്തേക്കാം എന്ന് പറഞ്ഞ് ഒരു പാട്ടും ചെയ്യാറില്ല. ചെയ്ത് വരുമ്പോൾ അതെന്തോ ആവുന്നതാണ്. ഇപ്പം ഞാൻ മാത്രമല്ല കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. പ്രൊഡക്റ്റ് ഗണേഷിലെ ഹൂവർ ഇസ് വർക്കിംഗ് ഓൺ ദ സോങ്. ഗണേഷ് മാത്രമല്ല വേറെ പ്രോഗ്രാമേഴ്സും വർക്ക് ചെയ്യാറുണ്ട്. വർക്ക് ചെയ്യുന്ന ആളുകളും ഞാനും ബാക്കി ആരൊക്കെയാണോ എല്ലാവരും കൂടെ വരുമ്പോഴേക്കും അത് ഏതൊരു ജോണറായിട്ട് മാറുന്നതാണ്. അല്ലാണ്ട് ഞാൻ എന്തെങ്കിൽ പിന്നെ ഞാൻ ഇനി കുറച്ച് റാപ്പ് ചെയ്യാം എന്ന് വേറെ ഒന്നും ചെയ്തിട്ടില്ല, ഇതുവരെ ചെയ്തിട്ടില്ല. ചെയ്ത് വരുമ്പം ഇപ്പം ചിലപ്പോൾ ഈ പറഞ്ഞ ചിലപ്പോൾ ട്യൂണായിരിക്കും ആദ്യം വരിക. അപ്പം ട്യൂണും ചിലപ്പോൾ ലിറിക്സ് ചെയ്ത് വരുമ്പോൾ ചിലപ്പം ഒരു പെർട്ടിക്കുലർ ജോണറിലേക്ക് അത് മാറും. അല്ലെങ്കിൽ ടോപ്പിക്ക് ചിലപ്പോൾ വരുമ്പോൾ പെർട്ടിക്കുലർ ജോണറിലേക്ക് മാറും. അങ്ങനെ പോകുന്നതാണ്. അല്ലാണ്ട് ഇതുവരെ അങ്ങനെ പ്ലാൻ ചെയ്ത് ഒന്നും ചെയ്തിട്ടില്ല. ആണല്ലേ? പ്ലാൻ ചെയ്തിട്ടല്ല ഒന്നും ചെയ്തിട്ടില്ല. പ്ലാൻ ചെയ്തിട്ട്. അപ്പൊ മുറിവാണെങ്കിലോ? ഒരു പ്ലാനും ഇല്ല അതിലും. അപ്പൊ ഈ മുറിവിനകത്ത് ശരിക്കും ആക്ച്വലി ആ പാട്ടിനകത്തൂടെ പറയുന്നതും അതൊക്കെ ഗൗരിയുടെ തന്നെ ലൈഫിലത്തെ ഗൗരിയുടെ മാത്രമല്ല, ഇപ്പൊ എല്ലാവരും ഫേസ് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. മുറിവ് ആക്ച്വലി ടോപ്പിക്കാണ് ഫസ്റ്റ് പ്ലാൻ ചെയ്തത്. ടോപ്പിക്ക് പ്ലാൻ ചെയ്തിട്ട് ടോപ്പിക്കിൽ നിന്ന് ഇങ്ങോട്ട് വന്നതാണ്. ടോപ്പിക്കിൽ നിന്ന് കുറച്ച് ലിറിക്സ് ചുമ്മാ റഫായിട്ട് എഴുതി നോക്കി. പിന്നെ എഴുതി നോക്കിയപ്പോൾ എനിക്ക് തോന്നി ഇതിന് ട്യൂൺ കൊടുക്കേണ്ട ആവശ്യമില്ല, ഇത് ഇങ്ങനെ വിട്ടാൽ പോരെ. അല്ലാണ്ട് റാപ്പ് അങ്ങനെ അല്ല ആലോചിച്ച. ട്യൂൺ വേണ്ട, ഇതിന് ട്യൂൺ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. അങ്ങനെ അത് വിട്ടതാണ്. അങ്ങനെ റോ ആയിട്ട് തന്നെ ഇരിക്കട്ടെ, അങ്ങനെ ഭയങ്കര ഒരു കാവ്യാത്മകമാക്കിയിട്ട് നമുക്ക് പോളിഷ് ചെയ്ത് ഇറക്കണ്ട, അതിന്റെ രീതിക്ക് തന്നെ റോ ആയിട്ട് പോട്ടെ എന്ന് തോന്നിയിട്ട് അങ്ങനെ ചെയ്തതാണ്. അല്ലാതെ അങ്ങനെ ഈ പറഞ്ഞത് പ്ലാനിങ്ങിൽ ഇതൊന്നും ചെയ്തിട്ടില്ല. ആണല്ലേ? ഓക്കെ. മുറിവ് ഇറങ്ങി കഴിഞ്ഞ സമയത്തും ഒരുപാട് ട്രോളുകളും കാര്യങ്ങളും എല്ലാം വന്നിരുന്നു, അതിലെ ലിറിക്സും കാര്യങ്ങളും എല്ലാം പറഞ്ഞിട്ട്. അതിനെയും വളരെ കൂളായിട്ട് തന്നെയായിരിക്കും ഗൗരി ഹാൻഡ്. മുറിവ് എക്സ്പെക്ട് ചെയ്യാത്ത ഒരു, ഞാൻ പറയണേ, കുറച്ച് ട്രിഗേർഡ് ആവുമെന്ന് എനിക്ക് തോന്നിയായിരുന്നു ചെയ്യണ സമയത്ത്. വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യണ സമയത്ത് ചെറിയ കുറച്ച് ട്രിഗർ ആവുമായിരിക്കും എന്ന്. അത് വളരെ കാഷ്വലായിട്ട് കോൺവെർസേഷൻ നമ്മുടെ ഇടയ്ക്ക് ഉണ്ടായതല്ലാണ്ട് ലാർജ് സ്കെയിൽ ട്രിഗറിനെ കുറിച്ച് നമ്മൾ ആലോചിച്ചിട്ടില്ല. പാട്ടിറങ്ങി 1.5 വർഷം കഴിഞ്ഞിട്ടാണ് ഭയങ്കരമായിട്ട് ബ്ലോ അപ്പ് ആവുന്നത്. അപ്പോഴാണ് ഫുൾ ഈ പറഞ്ഞ പോലെ ഫുൾ അറ്റാക്കും കാര്യങ്ങളൊക്കെ നടക്കുന്ന ആ സമയത്താണ്. അപ്പം എക്സ്പെക്റ്റഡ് അല്ലാത്ത ഒരു ബ്ലോ ആയിരുന്നു. അപ്പൊ ആ ബ്ലോ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒന്ന് നിന്നിട്ട് സെക്കൻഡ് ഇങ്ങനെ അതൊരു ഒരാഴ്ച എടുത്തു. പിന്നെ അത് ഇപ്പൊ കണ്ടില്ലെങ്കിലും ബുദ്ധിമുട്ടാണ്. പക്ഷെ അന്നത്തെ ആ സിറ്റുവേഷനൊക്കെ അപ്പൊ ഗൗരി എങ്ങനെ ഹാൻഡിൽ ചെയ്തത്? ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കയറിയില്ല, ഫോണൊക്കെ മാറ്റി വെച്ചു. ഓക്കെ. ഫുഡൊക്കെ കഴിച്ച് വീട്ടിലിരുന്ന് കുറച്ച് ദിവസം, പിന്നെ ഒന്ന് അടങ്ങിയപ്പോഴേക്കും തിരിച്ചു കയറി. ഒരു സാധാരണ ഒരു വില്ലേജ് ഗേൾ ഇത്തരത്തിലുള്ള കമന്റ്സ് ഒക്കെ ഇങ്ങനെ പല ഭാഗത്തുനിന്ന് കേൾക്കുമ്പോൾ അതിനെ വളരെ ഈസി ആയിട്ട് ഇപ്പൊ പറഞ്ഞപ്പോ എന്ത് ഈസി ആയിട്ട് പറഞ്ഞേ, അപ്പൊ അങ്ങനെ ഈസി ആയിട്ട് അതിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിരുന്നോ ഗൗരിക്ക്? അതോ ആരെങ്കിലും ഗൗരിയുടെ കൂടെ ഫുൾ ടൈം ആളുകൾ ഉറപ്പായിട്ടും, ഗണേഷ് ഉറപ്പായിട്ടും ഫുൾ ടൈം കൂടെ ഉണ്ട്. സപ്പോർട്ടിങ് സിസ്റ്റം അത് ഗണേഷിനത് വിഷയമല്ല. എൻ്റെ കൂടെ 24 മണിക്കൂറുള്ളത് അവനാണ്, അവന്റെ പ്രശ്നമേ അല്ല. എനിക്ക് ആദ്യം എന്താ നടക്കുന്നതെന്നുള്ളൊരു കൺഫ്യൂഷനാണ് ആദ്യം വന്നത്. അത് നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്തൊരു സാധനമാണ്. അജിതഹരൊക്കെ പിന്നെയും കുറച്ചുകൂടിയൊക്കെ എനിക്ക് തോന്നുന്നു മനസ്സിലാക്കാം. ഇതെനിക്ക് പക്ഷെ എനിക്ക് മനസ്സിലാവുന്നില്ല ഇത് എവിടെ നിന്ന് വരുന്നതെന്ന്. കാരണം പല സൈഡിൽ നിന്നായിരുന്നു വന്നുകൊണ്ടിരുന്നത്. ഒരു പെർട്ടിക്കുലർ റീസണിന് വേണ്ടി മാത്രമല്ല ചീത്ത കേട്ടോണ്ടിരുന്നത്. പല സൈഡിൽ നിന്ന് പല കാര്യങ്ങൾക്ക് ഇങ്ങനെ ചീത്ത കേൾക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് എല്ലാം കൂടെ ഇതെന്താ സംഭവിക്കുന്നതെന്നൊരു ഒന്ന് പാനിക്കായി. പക്ഷെ അപ്പൊ തന്നെ എല്ലാം അടച്ചു മാറ്റി വെച്ച് കുറച്ചപ്പോഴേക്കും പിന്നെ അത് ക്ലാരിറ്റി കിട്ടി. ഓക്കെ. ചെറുപ്പത്തിലെ സിനിമ ഇൻഡസ്ട്രിയിലേക്ക് വന്നത് ആളാണ്. എങ്ങനെ എന്താ പറയാ, ഈ സിനിമ ഗൗരിയുടെ തന്നെ ഇതിൽ പറഞ്ഞിട്ടുമുണ്ട്, ചെറുപ്പത്തിൽ തന്നെ മോശപ്പെട്ട അപ്രോച്ചുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും. അതിനെക്കുറിച്ചൊന്ന് പറയാമോ? ഇതൊക്കെ മനസ്സിലാവാതെ ചെന്നിരുന്ന ഒരു കുട്ടി ഈ മോശപ്പെട്ട അനുഭവങ്ങളൊക്കെ വരിക, പിന്നെ എന്തിനാണ് പിന്നെയും ഈ ഇൻഡസ്ട്രിയിൽ ഇപ്പൊ സർവൈവ് ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഒരുപാട് മലയാള സിനിമകളിൽ ഗൗരിയുണ്ട്, പാടുന്നുണ്ട്. അപ്പൊ ആ അനുഭവങ്ങളെയൊക്കെ എത്രത്തോളം സ്ട്രോങ് ആക്കി ഗൗരീനെ? അനുഭവങ്ങൾ വരുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്, നമ്മളൊരു സ്പേസ് എത്തുന്ന വരെ ഇതുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. ബിഗിനേഴ്സിനാണ് ഇത് കൂടുതലും ഫേസ് ചെയ്യേണ്ടി വരിക. ഒരു സ്ഥലത്ത്, അതായത് ഇയാളുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ തിരിച്ച് പണി തരാനുള്ള കപ്പാസിറ്റി ഇയാൾക്കുണ്ട് എന്ന് തോന്നുന്ന ഒരു സ്പേസിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇത് കുറച്ച് ഒതുങ്ങും. എനിക്ക് അങ്ങനെ എൻ്റെ എക്സ്പീരിയൻസ് അങ്ങനെയാണ്. കാരണം കഴിഞ്ഞൊരു കുറച്ച് വർഷം എടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ഒരു സംഭവമേ
എനിക്കില്ല. ഓക്കെ. ഇനിഷ്യലി നമ്മൾ ഈ പറഞ്ഞ പോലെ ഓപ്പർച്യൂണിറ്റീസിന് വേണ്ടിയിട്ടും ഈ പറഞ്ഞ ഒരു സ്റ്റേജ് കയറി പാട്ട് പാടാനൊക്കെ ആയിട്ട് നമ്മൾ ഈ വളരെ പ്രോമിനന്റ് ആയിട്ടുള്ള ആളുകളുടെ കൂടെ നമ്മൾ കോൺടാക്ട് തപ്പി പോവാണല്ലോ. ഇയാളുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ മറ്റേ ഇന്ന ആളുടെ കൂടെ വർക്ക് ചെയ്യാം, ഇങ്ങനെയുള്ള കോൺടാക്ട്സ് വെച്ചിട്ട് നമ്മൾ പോവാം. അപ്പോഴാണ് ഈ പറഞ്ഞ ഓരോ പണികൾ വരിക. അപ്പം കിട്ടിപ്പടിക്കുക എന്നുള്ളതാണ്. കിട്ടിപ്പോയി ഈ സംഭവം നമ്മളിനി സൂക്ഷിക്കണം. അപ്പം അങ്ങനെ പഠിച്ച് പോവാന്നുള്ളതേ ഉള്ളൂ. കുറച്ച് പാടാണ്, റെസിലിയൻ്റ് ആയിട്ട് നിന്ന് പോവാന്നുള്ള കുറച്ച് പാടാണ്. പിന്നെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ നമ്മളിത് കുറേ കണ്ടില്ല എന്ന് വയ്ക്കും. ചിലപ്പോൾ ഇതിൻ്റെ എഫക്റ്റ് നമുക്ക് മനസ്സിലാവുന്ന കുറേ വർഷം കഴിഞ്ഞൊക്കെ ആയിരിക്കും. അയ്യോ അന്ന് ഇത്ര വലിയ പ്രശ്നമായിരുന്നല്ലോ. നമ്മൾ മറ്റതിനോടുള്ള പാട്ടിനോടുള്ള പ്രാന്തിൻ്റെ ഇടയ്ക്ക് ചിലപ്പം അപ്പം നമ്മൾ ശ്രദ്ധിക്കില്ല. അത് വീട് സാരില്ല പോട്ടെ എന്ന് വിടും. പിന്നെ കുറേ നല്ല ഇത് ആലോചിക്കുമ്പോഴാണ് പക്ഷേ അന്ന് അത്ര വലിയ പണിയല്ലേ കിട്ടിയ എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കും. പക്ഷെ അത് നല്ല റെസിലിയൻസ് വേണമെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ അപ്പൊ ഈ നോ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എപ്പോഴെങ്കിലും ഒരു ചാൻസ് നഷ്ടപ്പെടുകയായിക്കോട്ടെ, അങ്ങനെ ഉണ്ടായിട്ടുണ്ട്? ഓ യെസ്, അതൊക്കെ എൻ്റെ ഭാഗമാണ്. അതിനുശേഷം ഗോഡ് ഫാദർ ആയിട്ട് കണ്ടുകൊണ്ടിരുന്ന ഒരാളിൽ നിന്നും ഇത്തരത്തിലുള്ള മോശപ്പെട്ട അനുഭവങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ട് അല്ലേ? അപ്പൊ നനശ്ചിരിക്കാതെ അപ്പം ഇങ്ങനെയാണോ ലോകം എന്ന് ആ ഒരു പ്രായത്തിൽ ആ ഒരു കുട്ടിക്ക് തോന്നുന്ന സ്വാഭാവികമല്ലേ ഗൗരി? തോന്നും അല്ലേ? അപ്പൊ ഇതല്ല ലോകം എന്നപ്പോ ഗൗരിക്ക് തിരുത്തി തന്നത് ആരാണ്? അതാണ് ലോകം. അത് തന്നെയാണ് ലോകം പറയാനും പറ്റില്ല. അത് തന്നെയാണ് ലോകം. അത് പല്ലെന്ന് പറയുന്നത് എന്തിനാ? അത് തന്നെയാണ് ലോകം. ആണോ? ഭയങ്കര ഡേഞ്ചറസ് ആണ്. വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള സ്ഥലമാണ്. ഞാൻ തിരുത്തുന്നില്ല. വളരെ വളരെ കുറച്ച് പേര് മാത്രമേ സേഫ് ആയിട്ടുള്ള എനിക്ക് തോന്നുന്നു അങ്ങനത്തെ മനുഷ്യന്മാരുള്ളൂ. അപ്പം ഇതിനകത്തും ഇത്രയും ഈ ഒരു എന്താ പറഞ്ഞ ഇങ്ങനത്തെ ഒരു ലോകത്തിൽ ഇനിയാണെങ്കിലും ഒരു കുട്ടി വരണമെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അലേർട്ടായിട്ട് നിൽക്കേണ്ട കാര്യങ്ങൾ എന്തെന്നാണ് ഇപ്പൊ ഇതെല്ലാം കടന്നുപോയ ഗൗരിക്ക് പറയാനുള്ളത്? അങ്ങനെ പറയാൻ പറ്റില്ല, അതാണ് ഇതിന്റെ പ്രശ്നം. എനിക്ക് ഒരു കാര്യം പറയാൻ പറ്റുന്ന, മറ്റേ നമ്മളെ അങ്ങോട്ട് വളർത്തി വലുതാക്കും എന്ന് പറഞ്ഞു വരുന്ന ആളുകളെ മാക്സിമം മാറ്റി നിർത്തുന്നത്. കാരണം ആർക്കും നമ്മളെ വളർത്തി വലുതാക്കാൻ പറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നു. ആർക്കും അത് ചെയ്യാൻ പറ്റില്ല. നമ്മൾ തന്നെ ചെയ്യാൻ ഓഫ് കോഴ്സ് സഹായിക്കാൻ പറ്റും, ആളുകൾക്ക് ഓപ്പർച്യൂണിറ്റീസ് തരാൻ പറ്റും, ചിലപ്പോൾ നമ്മളൊന്ന് ലിഫ്റ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷേ ഈ പറഞ്ഞ ഞാനങ്ങ് ഏറ്റെടുത്തങ്ങ് വലുതാക്കി തരാം എന്ന് പറഞ്ഞിട്ട് വരുന്ന ആളുകൾ മോസ്റ്റ്ലി മാറ്റി നിർത്തുന്ന യൂട്ടിലൈസ് ചെയ്യാൻ തന്നെ ആയിരിക്കും. അല്ലെങ്കിൽ വെറുതെ തള്ളുന്നതായിരിക്കും. നമ്മുടെ സമയം വേസ്റ്റ് ആയിരിക്കും, നമ്മുടെ എഫേർട്ടും സമയത്തിൻ്റെ വേസ്റ്റ് ആയിരിക്കും. അതാണ് എനിക്ക് ഒന്ന് തോന്നിയിട്ടുള്ളത്. സോ അങ്ങനത്തെ ആളുകളെ മാക്സിമം മാറ്റി നിർത്തുക. ബാക്കി എല്ലാവരും കൊണ്ട് തന്നെ പഠിച്ചിട്ടുള്ള എനിക്ക് തോന്നുന്നു. പണി കിട്ടി തന്നെയാണ് അങ്ങനെ ഇങ്ങനെ ഭയങ്കര ഒരു റൂൾ ബുക്ക് വെച്ചിട്ട് പോകാൻ പറ്റുന്ന ഒരു സാധനമല്ലല്ലോ അത്. ഒരു പോക്കങ്ങ് പോകുന്ന വഴിക്ക് നോക്കി ഇങ്ങനെ പോവുക, ആ ഒരു രീതിയാണെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് പേഴ്സണലി അങ്ങനെ എനിക്കും എൻ്റെ ചുറ്റുള്ള ആളുകളോടൊക്കെ ചോദിക്കുമ്പോഴും എല്ലാം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോഴൊക്കെ ഇതൊക്കെ തന്നെയാണ് ഒരു രീതി. പഠിച്ച് പോവുകയാണ്. പഠിച്ച് കുറെ എക്സ്പീരിയൻസ് ഇപ്പം ഗെയിൻ ചെയ്തിട്ടുണ്ട് അല്ലേ? ഇതിനിടയിലാണ് കോവിഡ് ആ ഒരു ടൈമില് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ അതും ഗൗരിനെ ഹിറ്റ് ചെയ്തു. ഗൗരി അതിന്റെയും ആ ഒരു ഫേസിലൂടെയും വല്ലാണ്ട് പോയി അല്ലേ? അതിൽ നിന്ന് എങ്ങനെയാ റിക്കവർ ചെയ്ത്? അത് പേഴ്സണൽ ഡിസോർഡർ കണ്ടുപിടിച്ചു എന്നേ ഉള്ളൂ. എനിക്ക് ഓൾറെഡി ഉള്ള സാധനം തന്നെയായിരുന്നു. അതെ ഞാൻ ചോദിക്കാൻ വരുമായിരുന്നു അത്. കാരണം ഏകാന്തത എപ്പോഴും ഇഷ്ടപ്പെടുന്ന ഒരു കുട്ടിയായിരുന്നല്ലേ ചെറുപ്പം മുതലേ. ഒരു പക്ഷെ അതുകൊണ്ടായിരുന്നു ഈ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ? അല്ല, ബോർഡർ ലൈൻ പേഴ്സണൽ ഡിസോർഡർ എന്ന് പറഞ്ഞാൽ ജനറ്റിക് ആയിട്ടും വരാം, നമ്മൾ വളരുന്ന സാഹചര്യത്തിലും വരാം, രണ്ട് രീതിയിലും വരാം. എനിക്ക് BPD മാത്രമല്ല, എനിക്ക് OCPD എന്ന് പറഞ്ഞൊരു ഡിസോർഡർ ഡയഗ്നോസ്ഡ് ആയിരുന്നു. PTSD സിംറ്റംസും ഉണ്ടായിരുന്നു. ഇപ്പം അതാണ്, ഇപ്പം ജനറ്റിക് ആയിട്ട് മേ ബി ഒരു ഇമോഷൻ റെഗുലേഷൻ്റെ സാധനം തലയിൽ പ്രശ്നമായിരിക്കാം. ചിലപ്പോൾ വളർന്ന് വന്ന സാഹചര്യം എവിടെന്നെങ്കിലും കിട്ടിയ കാര്യങ്ങളൊന്നായിരിക്കാം. ടീനേജിലാണ് യൂഷ്വലി ബോർഡർ ലൈൻ കൂടുതലും കുട്ടികളിൽ കറക്റ്റായിട്ട് വരിക, കാണാൻ തുടങ്ങുക. നമ്മൾ പലപ്പോഴും റിബൽ അല്ലെങ്കിൽ എക്സ്ട്രീംലി ഇമോഷണൽ എന്നൊക്കെ വിളിക്കുന്ന കുട്ടികൾ മിക്കവാറും സഫർ ചെയ്യുന്നതായിരിക്കും. പക്ഷെ നമ്മൾ ടീനേജാണ്, അഹങ്കാരമാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ പലപ്പോഴും തള്ളിക്കളയുന്നത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളായിരിക്കാം. പക്ഷെ അന്നൊന്നും ഒട്ടും ഇതിനെക്കുറിച്ച് കോൺവെർസേഷൻസ് ഒന്നും ഇല്ല. ഇപ്പം പിന്നെ ആളുകൾ ഭയങ്കര അലേർട്ടാണ്, ഒരുപാട് കോൺവെർസേഷൻസും ഇൻ്റർവ്യൂസും ഒക്കെ ഇതിനെക്കുറിച്ച് നടക്കുന്നുണ്ട്. അപ്പം ഇമോഷണൽ റെഗുലേഷൻ ഇഷ്യൂസ് ആണ് മെയിനായിട്ടും. നമുക്ക് ഇമോഷൻ കൺട്രോൾ ചെയ്യാൻ ഭയങ്കര ഒന്നല്ലെങ്കിൽ അങ്ങേ എക്സ്ട്രീം അല്ലെങ്കിൽ ഇങ്ങേ എക്സ്ട്രീം ഒരു ബാലൻസ് ഇല്ലായ്മയാണ് ബേസിക്കലി BPD. അതിന്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് അതേപോലെ നമ്മൾ സ്വയം നമ്മളെ ഹേർട്ട് ചെയ്യാനായിട്ട്, അതായത് ഇമോഷണൽ പെയിൻ ഭയങ്കര അൺബെയറബിൾ ആയിരിക്കും, നമുക്ക് സഹിക്കാൻ പറ്റില്ല. അപ്പോൾ അതിന് രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ ഫിസിക്കൽ പെയിനിലോട്ട് തിരിയും. ചിലപ്പോൾ അൺഹെൽത്തി ആയിട്ടുള്ള പല പാറ്റേൺസിലോട്ടും പോകും. ഒന്നാണ് അഡിക്ഷൻസ്, അതിൻ്റെ ഒരു ഭാഗമാണ്. എനിക്ക് അഡിക്ഷൻസിലോട്ട് ഞാൻ പോയിട്ടില്ല, പോകുന്ന ഒരുപാട് പേരുണ്ട്. പല അഡിക്ഷൻസിലോട്ട് നമ്മൾ പോകുന്നതും ഈ പറഞ്ഞ പോലെ നമ്പ് ചെയ്യാൻ വേണ്ടിയായിരിക്കും. ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടൊക്കെ ചിലപ്പോൾ അഡിക്ഷൻസിലേക്ക് പോകുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാ ഇപ്പം ഗൗരിയുടെ തന്നെ ആണെങ്കിലും അത് എങ്ങനെ കണ്ടെത്തിയതും പിന്നെ ഒരു കൺസൾട്ട് ചെയ്ത് എങ്ങനെയാണ് മാറ്റിയത്? അല്ല, എനിക്ക് കല്യാണം കഴിഞ്ഞ് ഗണേശാണ് ഫസ്റ്റ് എൻ്റെ തെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോകുന്നത്. അപ്പോൾ അന്ന് ഡിപ്രഷനായിരുന്നു ഫസ്റ്റ് ഡയഗ്നോസ്ഡ് ആയത്. അതിനുശേഷം കോവിഡ് സമയത്താണ് വേറൊരു ഡോക്ടറിൻ്റെ അടുത്ത് ഈ പറഞ്ഞ നമ്മൾ സംസാരിച്ചപ്പോഴാണ് പറഞ്ഞത് ഇത് ബോർഡർ ലൈൻ
ഉള്ള ആളാണ്. ബോർഡർ ലൈൻ പേഴ്സണൽ BPD ആണ് സാധനം. OCPD സിംറ്റംസും ഉണ്ട്. അപ്പം ഇതാണ്. പിന്നെ അതെങ്കിലും തെറപ്പിയും കാര്യങ്ങളൊക്കെ വന്ന് കോപ്പിംഗ് മെക്കാനിസംസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പം വെരി മച്ച് അണ്ടർ കൺട്രോൾ. അപ്പൊ ഇങ്ങനെ ഈ ഒരു ഡിസോർഡർ ഉള്ള കുട്ടികൾ എപ്പോഴും ഷാർപ്പായിട്ടുള്ള ഒബ്ജക്റ്റ് അവരുടെ കൂടെ കൊണ്ടേ നടക്കും. ഷാർപ്പ് മാത്രമാണ് ചിലപ്പം പൊള്ളുന്ന സാധനങ്ങളായിരിക്കാം, തീപ്പെട്ടിയായിരിക്കും ചിലപ്പോൾ, പല ചിലപ്പം പോയിട്ട് സ്വയം എവിടെയെങ്കിലും ഇടിക്കുന്നതായിരിക്കാം, പല രീതിയിൽ വേദന ഉണ്ടാക്കുക. കാരണം അവർക്ക് മറ്റേന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ളൊരു രീതി നോക്കുക എന്നുള്ളതാണ്. അതിൽ നിന്നുള്ളൊരു എസ്കേപ്പിസം ആയിട്ടാണോ അവർ ഇതിനെ കാണുന്നത്? മറ്റേ വേദന, ഈ വേദന വരുമ്പോൾ ആ വേദനയിൽ നിന്ന് വിട്ടുപോകും. അപ്പോൾ ആ വേദന അത്രയും സ്ട്രോങ് ആയിരിക്കും. ഇമോഷണൽ പെയിൻ അത്രയും സ്ട്രോങ് ആയതുകൊണ്ട് അതൊന്ന് റിലീസ് കിട്ടാൻ വേണ്ടി ഫിസിക്കൽ പെയിനിലേക്ക്. പക്ഷെ അത് പലപ്പോഴും അറ്റൻഷന് വേണ്ടി ചെയ്യാന്നൊക്കെ പറയും. പക്ഷെ ഇവർ ചെയ്യുന്നത് ആക്ച്വലി ആരും അറിയില്ല. നമുക്ക് ചെയ്തെങ്കിൽ നമുക്ക് നാണക്കേട് തോന്നും, അയ്യോ തോന്നും. അപ്പം അറ്റൻഷന് വേണ്ടി ഒന്നുമല്ല, ആ സമയത്ത് വേറെ വഴിയില്ലാത്തതുകൊണ്ട് കുട്ടികൾ ചെയ്യുന്നതാണത്. കുട്ടികളും പല പ്രായത്തിലുള്ള ആളുകളും ഉണ്ട്. 10% സൂയിസൈഡ് റേറ്റ് ഉള്ളൊരു ഡിസോർഡറാണ് ബോർഡർ ലൈൻ. കാരണം വിഷമം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര വിഷമമായിരിക്കും, സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണോ ഇപ്പൊ ഈ ടീനേജിലാണല്ലോ ഇത് കൂടുതലായിട്ടും ഹിറ്റ് ചെയ്യണത്? അതുകൊണ്ടായിരിക്കും ഇത്തരത്തിലുള്ള ഫെയിലിയേഴ്സ് ലൈഫിലേക്ക് വരുമ്പോൾ ആ ഒരു ഇമോഷന്റെ ഏറ്റവും പീക്കിലേക്ക് എത്തുമ്പോൾ കുട്ടികൾ ഓടിപ്പോയിട്ട് ആത്മഹത്യ ചെയ്യാനുള്ള കാരണം ആയിരിക്കാം. ഇതുപോലുള്ള ഒരുപാട് പ്രശ്നങ്ങളിന്റെ പുറകിൽ ഓടുന്നുണ്ട്. കുറെ നാളുകളായിട്ട് അഡ്രസ്സ് ചെയ്യാണ്ട് കിടക്കുന്ന ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവും. സംസാരിക്കുമ്പോൾ പറയുമോ ഇല്ല അത് TV വെക്കണ്ടെന്ന് പറഞ്ഞാൽ പോയി സൂയിസൈഡ് ചെയ്ത് ഇപ്പോഴത്തെ പിള്ളേരെന്ന് പറയും. പക്ഷെ അതിന്റെ പുറകിൽ എത്ര നാളത്തെ എന്തൊക്കെ വേറെ വിഷയങ്ങളുണ്ട്. അതിന്റെ ടിപ്പിംഗ് പോയിന്റ് ആയിരിക്കാം TV വെക്കാതിരിക്കുക എന്നുള്ളത്. എത്ര മാസത്തെ എത്ര വർഷം സ്ട്രെസ്സിൽ കൂടെ ആ കുട്ടി പോയിട്ടുണ്ട്, വേറെ എന്തൊക്കെ ആ കുട്ടി ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പം അവയർനെസ് ആണ് സത്യം. ഇതൊന്നും പണ്ടത്തെ കാലത്ത് അറിയുന്നില്ലല്ലോ. ഇപ്പോഴല്ലേ ഇതിനെക്കുറിച്ചൊക്കെ കൂടുതലും അവയർനെസ് പാരന്റ്സിനും കൊടുക്കുന്നുണ്ട്, കുട്ടികൾക്കും കൊടുക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയിലൂടെ ഒരുപാട് ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്, എല്ലാവർക്കും അറിയാൻ പറ്റുന്നുണ്ട്. ഗൗരി ആ സമയത്ത് ഇത്തരത്തിലുള്ള ഷാർപ്പ് ഒബ്ജക്ട്സ് ഒക്കെ ഇങ്ങനെ എപ്പോഴും ക്യാരി ചെയ്യുന്ന ഒരാളായിരുന്നു? ഗണേഷ് വന്ന് കഴിഞ്ഞിട്ട് പോലും ഈ സെൽഫ് ഹാമിങ് സ്വഭാവം ഉണ്ടായിരുന്നു. നമ്മൾ തമ്മിൽ ചെറിയ വഴക്കൊക്കെ ഉണ്ടാകുമ്പോഴേക്കും ചെറിയ ഈ പറഞ്ഞ ഓടി ബാത്റൂം പോകുന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവൻ തന്നെ എല്ലാം എടുത്ത് മാറ്റാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെയുള്ള പിന്നെ തെറപ്പി തുടങ്ങിക്കഴിഞ്ഞാണ് പ്രോപ്പറായിട്ടും എൻ്റെ സെൽഫ് ഹാം കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ആയത്. തെറപ്പിസ്റ്റ് ഇതിൻ്റെ ഓൾട്ടർനേറ്റ് മെത്തേഡ്സ് പറഞ്ഞു. അതായത് ഇത് തോന്നുമ്പോൾ ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് ട്രൈ ഡൂയിങ് ദിസ്. അങ്ങനെ അതങ്ങ് ചെയ്യാൻ പറ്റുമോ പെട്ടെന്ന് തന്നെ? ചെയ്തു. എനിക്കത്ര ആഗ്രഹം ഉണ്ടായിരുന്നു മാറ്റണമെന്ന്. അപ്പോൾ ഐസ് എടുക്കുക, ഫ്രിഡ്ജിൽ നിന്ന് ഐസ് എടുത്ത് കയ്യിൽ പിടിക്കുക, അതുപോലെ വെള്ളം നിറയെ മുഖത്തോട്ട് ഒഴിക്കുക, അങ്ങനെയുള്ള ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള നമുക്ക് അത്രയും സെൻസസിനെ ഹൈറ്റൻ ചെയ്യുന്ന വേറെ എന്തെങ്കിലും കാര്യം ചെയ്യാം. സോ അങ്ങനെ ചെയ്ത് ഇതിനെ ഇതാക്കാൻ പറ്റുമോ നോക്കൂ എന്നുള്ള രീതിയിലാണ് പിന്നെ പതുക്കെ തെറപ്പിയിൽ കൂടാണ് അത് ഇപ്പൊ കംപ്ലീറ്റ് ആയിട്ട് അതങ്ങ് മാറി. സോ വൺസ് ഇത് മാറിക്കഴിഞ്ഞാൽ, ട്രീറ്റ് ചെയ്ത് മാറിക്കഴിഞ്ഞാൽ പിന്നെ ഇത് ഒരിക്കലും വരില്ല എന്നാണ്. ഡിസോർഡർ അവിടെ ഉണ്ട്. നമ്മൾ ചെയ്യുന്നത് ഇതിന്റെ ഇങ്ങനെയുള്ള സാധനങ്ങൾ റെഗുലേറ്റ് ചെയ്യാൻ, നമ്മുടെ ഇമോഷൻസിൽ റെഗുലേറ്റ് ചെയ്യാനും ഇൻ കേസ് ഇമോഷണൽ ആയാലും അപകടകരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാണ്ടിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇമോഷൻ വന്നു, ഭയങ്കര പെയിൻ വരുന്നു, ടെമ്പററി ആണ്, എക്സ്പ്രസ് ചെയ്യുക, കരയാനാണെങ്കിൽ കരയുക, എങ്ങനെയെന്ന് വെച്ചാൽ അത് തീർക്കുക അത്. പക്ഷെ അതിന് പകരം ഈ ഡേഞ്ചറസ് ആയിട്ടുള്ള സ്ഥലങ്ങളിലോട്ട് പോവുക, അഡിക്ഷൻസിലോട്ട് പോകാണ്ടിരിക്കുക, അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. ഡിസോർഡർ അവിടെ തന്നെ ഉണ്ടാവും. ഡിസോർഡർ എന്ന് പറഞ്ഞാൽ അതൊരു വന്നു പോകുന്ന സാധനമല്ല, അതവിടെ ഉള്ളൊരു സാധനമാണ്. നമുക്കത് അണ്ടർ കൺട്രോളിൽ കൊണ്ടുവന്നു കഴിഞ്ഞ് നല്ലൊരു വളരെ ഫങ്ഷണൽ ആയിട്ടുള്ള നല്ലൊരു രീതിയിൽ ജീവിക്കാൻ പറ്റും. പക്ഷെ കുറച്ച് എഫേർട്ട് ഉണ്ട് നമ്മുടെ ഭാഗത്തുനിന്ന്. നമ്മൾ നന്നായിട്ട് ഇപ്പൊ ഗൗരി പറഞ്ഞ പോലെ നമ്മൾ നന്നായിട്ട് ആഗ്രഹിക്കണം. എനിക്ക് അതിൽ നിന്നും റിക്കവർ ചെയ്യണം എന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നമുക്കത് തീർച്ചയായിട്ടും പറ്റും അല്ലെ? ഓക്കെ, അതിന് വലിയൊരു കാരണമായത് ഗണേഷാണ്. നമുക്ക് ഗണേഷിനെ കുറിച്ചും കൂടെ സംസാരിക്കാം. ഗണേഷിനെ ഡ്രമ്മർ ആയിട്ടാണ് ആദ്യമായിട്ട് ഗൗരി കാണുന്നതും പരിചയപ്പെടുന്നതും എല്ലാം. എങ്ങനെയാണ്, എപ്പോഴാണ് ഈ ഡ്രമ്മറിനെ എന്ന് എന്റെ ലൈഫിലേക്ക് കൂട്ടിയാലോ എന്നുള്ളൊരു തോന്നൽ വന്നത്? ആദ്യം ഗണേഷാണ് എന്റെ ഷോ കാണാൻ വേണ്ടി വരുന്നത്. അന്ന് ചെന്നൈയിലെ ഷോ ആയിരുന്നു. ഗണേഷ് അല്ലൻ്റെ ഡ്രമ്മർ വേഷം, വേറൊരാൾ ഡ്രമ്മർ വേറെ ആളായിരുന്നു. അന്ന് വന്നിട്ട് ബാക്കിൽ വന്ന് ഭയങ്കര ഫാനാണ് എന്ന് പറഞ്ഞിട്ട് സെൽഫി ഒക്കെ എടുത്തിട്ട് പോയി. അതിനുശേഷം വേറൊരു ഷോ ചെന്നൈയിൽ ഞാൻ വായിക്കുമ്പോൾ ഗണേഷ് വായിച്ച ഷോ ഞാൻ കാണാൻ പോയി. ഗണേഷിനെ കാണാനല്ല പോയത്, എൻ്റെ ഒരു ഫ്രണ്ടിന്റെ കൂടെ ജസ്റ്റ് പോയതാണ്. അപ്പം പുള്ളി പോയപ്പോഴേക്കും ഞാനും കൂടെ പരിപാടി ശരി പോകുന്ന പോയതാണ്. അപ്പൊ അന്ന് ഗണേഷ് വീണ്ടും വേണ്ട എന്നെ ഓർമ്മയുണ്ടോ, അന്ന് ഞാൻ വന്ന് ഫോട്ടോയ്ക്ക് എടുത്തായിരുന്നു. അങ്ങനെ സംസാരിച്ച് പിന്നെ അതിനുശേഷം എനിക്കൊരു ഡ്രമ്മറിന് ആവശ്യം വന്നു. അപ്പൊ അന്ന് ഞാൻ ഗണേഷ് പ്ലേ ചെയ്യുന്ന കണ്ടായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ നമ്പർ തപ്പി എടുത്തിട്ട് ഇന്ന ആള് കിട്ടിയാൽ കൊള്ളാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിളിച്ച് പിന്നെ അവൻ എനിക്ക് പ്ലേ ചെയ്ത് തുടങ്ങി, ഫ്രണ്ട്സായി, പിന്നെ അങ്ങനെയായി. പക്ഷെ അതിന് മുന്നേ വേറെ കുറെ റിലേഷൻഷിപ്സ് ഒക്കെ ഉണ്ടായിരുന്നു ഗൗരിക്ക്. ഓക്കെ, അപ്പൊ ആ ഒരു ഏകദേശം കുറെ ഉണ്ടായിരുന്നു അല്ലേ? അതിൽ നിന്നെല്ലാം ഓക്കെ, ഇനി ഗണേഷ് എന്റെ കൂടെ, ഗണേഷ് തന്നെയാണ് ഇനി എന്റെ ലൈഫ് എന്ന്, അതിലെ ഗണേഷിന്റെ എന്തൊരു ക്വാളിറ്റി കണ്ടിട്ടായിരിക്കും അങ്ങനെ തോന്നിയിട്ടുണ്ടാവുക? അതങ്ങ് സംഭവിച്ചതാണ്.
ഞാൻ എല്ലാം ഒന്നും പ്ലാൻഡ് അല്ല, എല്ലാം സംഭവിക്കുകയാണ് ലൈഫില്. അതവിടെ ഇങ്ങനെ അങ്ങനെ സംഭവിച്ചു, അങ്ങനെ അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ.